2 മണിക്കൂർ തിളച്ചൊരു സാമ്പാറായിട്ടാണ് തോന്നിയത്. പക്ഷേ മമ്മൂട്ടിയുടെ സ്റ്റൈൽ ആൻഡ് സ്വാഗൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ അത് മാത്രം പോരല്ലോ, ഒരു സോളിഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഇല്ലാത്തതാണ് ചിത്രത്തിൻ്റെ ഒരു മെയിൻ പ്രശ്നമെന്ന് തോന്നുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ട് അതിൽ. മമ്മൂട്ടി കാണിക്കുന്ന പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഒരു പ്രതീക്ഷയില്ലാതെ ഇത് മിക്കവാറും ന്യൂജൻ സിനിമകളുടെ മുമ്പിൽ ഇത് ഒന്നും ആവില്ലെന്ന് കരുതി ഇറങ്ങിയത്. ഞാൻ ശരിക്കും മരണമാസം അല്ലെങ്കിൽ ആലപ്പുഴ ജിംഖാന കാണണമെന്നുള്ള ഇതിലായിരുന്നു. കിട്ടില്ല, സൂപ്പർ പടം. നല്ല മമ്മൂട്ടിയുടെ നല്ലൊരു തിരിച്ചുവരവ് പോലെ ഉണ്ടായിരുന്നു. അടിപൊളി പടം. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. മമ്മൂട്ടിയുടെ പറയാണ്ടിരിക്കാനായിട്ടൊന്നുമില്ല, നല്ല സൂപ്പറായിരുന്നു. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. നല്ല രീതിയിൽ പുള്ളി അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. നല്ല പടം, നല്ല അടിപൊളി, അതിഗംഭീരം, ഒന്നും പറയാനില്ല. ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ ഇത് മിക്കവാറും ന്യൂജൻ സിനിമകളുടെ മുമ്പിൽ ഇത് ഒന്നും ആവില്ലെന്ന് കരുതി ഇറങ്ങിയത്. ഞാൻ ശരിക്കും മരണമാസം അല്ലെങ്കിൽ ആലപ്പുഴ ജിംഖാന കാണണമെന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ എനിക്കത് പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇത് ഒരു പ്രതീക്ഷയില്ലാണ്ട് വന്നതാണ്. അതായത് മമ്മൂട്ടിയൊക്കെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനെന്നുള്ളൊരു തോന്നലോട്. പക്ഷേ മമ്മൂട്ടി ഞെട്ടിച്ച് കളഞ്ഞു. ആഫ്റ്റർ ബ്രഹ്മയുഗം ഇത് മറ്റൊരു ബ്രഹ്മയുഗം, അഭിനയത്തിൻ്റെ മറ്റൊരു ബ്രഹ്മയുഗം. അതായത് നമുക്ക് തിയേറ്ററിലിരുന്ന് ഇൻ്റർവെല്ലിന് ശേഷമാണ് ഈ പടം കയറി കൊളുത്തുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ട് അതിൽ. മമ്മൂട്ടി കാണിക്കുന്ന പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ലോക സിനിമയിൽ ഇതുപോലെ പെർഫോം ചെയ്യാൻ ഒരു നടനില്ല. മാത്രമല്ല ഫസ്റ്റ് ടൈം ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് മലയാളത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു ഡയറക്ടോറിയൽ ഫിലിം. മറ്റേ ഡെന്നീസിൻ്റെ മകൻ ഗംഭീര ഡയറക്ഷൻ കേട്ടോ, പറയാതിരിക്കും. ഇത്രയും സ്റ്റൈലിഷായിട്ട് മമ്മൂട്ടി ഏറ്റവും കൂടുതൽ സ്റ്റൈലിഷായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള സിനിമയാണ് ബസൂക്ക. സോ ദോസ് ഹു ആർ മമ്മൂട്ടി ഫാൻസ് അല്ലെങ്കിൽ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വന്ന് കാണാം. കാരണം മമ്മൂട്ടിയുടെ സ്റ്റൈല് മാത്രമുണ്ട് അതിനകത്ത് കണ്ട് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം. ബസൂക്ക സ്റ്റൈൽ പറയാതെ വയ്യ. സിനിമ ഒരു ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന അനുഭവമായിട്ടാണ് തോന്നിയത്. വളരെ ഫ്ലാറ്റായിട്ട് പോകുന്നൊരു സ്ക്രിപ്റ്റാണ്. ആദ്യ പകുതി എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റാണ്. സിനിമയെ പലപ്പോഴും എലിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് BGM ആണ്. BGM വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനത്തെ ഒരു 20 മിനിറ്റാണ് സിനിമയെ ഇച്ചിരിയെങ്കിലും ഹൈ ലെവലിലോട്ട് എത്തിക്കുന്നത്. അങ്ങനെ ഒരു 20 മിനിറ്റ് ആ ഒരു ഹൈ മൊമെൻറ്റ്സിലോട്ട് എത്തിക്കാൻ വേണ്ടി 2 മണിക്കൂർ തിളച്ചൊരു സാമ്പാറായിട്ടാണ് തോന്നിയത്. പക്ഷേ മമ്മൂട്ടിയുടെ സ്റ്റൈൽ ആൻഡ് സ്വാഗൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ അത് മാത്രം പോരല്ലോ, ഒരു സോളിഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഇല്ലാത്തതാണ് ചിത്രത്തിൻ്റെ ഒരു മെയിൻ പ്രശ്നമെന്ന് തോന്നുന്നത്. പക്ഷേ ഇതൊരു പുതിയൊരു ജോണറാണ്, ഒരു ഗെയിമിംഗ് ത്രില്ലർ മൂവിയാണ്. അത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞതുപോലെ മമ്മൂട്ടി എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു പുതുമുഖ സംവിധായകൻ്റെ കയ്യിൽ എപ്പോഴും പുതുമയുള്ള എന്തെങ്കിലും വിഷയമുണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പുതുമയുള്ള വിഷയം തന്നെയാണ്. പക്ഷേ ആ പുതുമയുള്ള വിഷയം അത്ര ഏശിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് 20 മിനിറ്റ്സ് ഇറ്റ്സ് ഓക്കെ, സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഓക്കെയാണ്. പക്ഷേ ഒരു ഫ്ലാറ്റ് സ്ക്രിപ്റ്റാണ് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.